السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിൻ നസീൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആൽ ഇമ്രാനിലെ 146 വചനത്തിൻ്റെ വിശദീകരണത്തിൻ്റെ അവസാന ഭാഗത്ത് ഖലീഫത്തുള്ള പറയുന്നു, ലൈക്ക്വൈസ് those who sincerely love Allah. അതുപോലെ ആരാണോ അള്ളാഹുവിനെ നിഷ്കളങ്കമായ നിലയിൽ സ്നേഹിക്കുന്നത്. ഈ പദം നമ്മൾ പ്രത്യേകമായിട്ട് പരിഗണിക്കേണ്ടതാണ്. എന്താണ് നിഷ്കളങ്കമായ സ്നേഹമെന്ന് പറഞ്ഞത്? ഇന്ന് ഈ ലോകത്ത് പല രീതിയിലുള്ള സ്നേഹപ്രകടനങ്ങളുണ്ട്. ഉള്ളിൽ ഒന്ന് വെച്ചുകൊണ്ട് പുറമെ മറ്റൊന്ന് കാണിക്കുന്ന പ്രകടനങ്ങൾ. ഉള്ളിൽ എന്താണോ ഉള്ളത് അത് തന്നെ പുറമേ കാണിക്കുന്നത്. മിനിമം ഈ രണ്ട് രീതിയിൽ നമുക്ക് കാണാം. അല്ലാഹു തആലയെ നിഷ്കളങ്കമായി ഒരാൾ സ്നേഹിക്കുന്നു എങ്കിൽ അല്ലാഹു തആലയുടെ കൽപ്പന എന്താണോ അതനുസരിച്ച് അവൻ സംസാരിക്കുകയും അതനുസരിച്ച് അവൻ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോഴാണ് നിഷ്കളങ്കമായ നിലയിലുള്ള സ്നേഹം എന്ന് പറയുന്നത്. അതല്ല എങ്കിൽ ഒരു സൈസ് തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ആളുകളായിട്ട് നമ്മൾ മാറും. നമ്മൾ നിഷ്കളങ്കമായിട്ട് അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പറയുന്നുണ്ട്. ലൈക്ക്വൈസ് ദോസ് ഹൂ സിൻസിയർലി ലവ് അല്ലാഹ്. അല്ലാഹുവിനെ നിഷ്കളങ്കമായ നിലയിൽ അവൻ പരിപൂർണമായിട്ടും സ്നേഹിക്കുന്നു എങ്കിൽ ആൻഡ് ഫോർസേക്ക് ദ വേൾഡ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അല്ലാഹുവിനെ നിഷ്കളങ്കമായ നിലയിൽ സ്നേഹിക്കുമ്പം ആൻഡ് ഫോർസേക്ക് ദ വേൾഡ്, ഈ ലോകത്തെ പല കാര്യങ്ങളും നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. ഇൻ ഫേവർ ഓഫ് ദ എവർലാസ്റ്റിംഗ് പ്ലഷേഴ്സ്. എന്തിനു വേണ്ടിയാ? എന്നെന്നും നിലനിൽക്കുന്ന സന്തോഷങ്ങൾക്ക് വേണ്ടി ഇഹലോകത്തിലെ പല സന്തോഷങ്ങളും നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. ആൻഡ് ലവ് ഓഫ് അല്ലാഹ്. അല്ലാഹുവിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കുന്നതിനും എന്നെന്നും നിലനിൽക്കുന്ന ആ സന്തോഷം നമുക്ക് ലഭ്യമാകുന്നതിനും വേണ്ടി ഇഹലോകത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. അല്ലാഹ് ഷാൽ റീകോമ്പൻസ് ദം. അങ്ങനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അല്ലാഹു തആല അവർക്ക് റീകോമ്പൻസ്, പാരിതോഷികമായി റിവാർഡ്, പ്രതിഫലം കൊടുക്കുന്നതാണ്. ദ ഫുള്ളി ഫോർ ദെയർ ലോയൽറ്റി. എന്തിനു വേണ്ടിയാണ്? അവരുടെ ആ കൂറ് അള്ളാഹുവിനോട് അങ്ങേയറ്റം സ്നേഹമായിരുന്നു. ചതി, വഞ്ചന, തട്ടിപ്പ്, വെട്ടിപ്പ് ഒന്നുമില്ല. നിഷ്കളങ്കമായ നിലയിൽ അള്ളാൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി
നിന്ന അത്തരത്തിലുള്ള ആളുകൾക്ക് അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹ് ഷാൽ റീകംപൻസ്, അള്ളാഹു താല പ്രതിഫലം കൊടുക്കും. എങ്ങനെയാണ്? ഫുള്ളി ഫോർ ദെയർ ലോയൽറ്റി, അവർ കാണിച്ച ആ വിശ്വസ്തതയ്ക്ക്, കൂറിന്, ആൻഡ് പ്യുവർ സ്പിരിച്വൽ ഡിസയേഴ്സ്, അവരുടെ ആഗ്രഹങ്ങൾ, ഇച്ഛകൾ പ്യുവറായിരുന്നു, പരിശുദ്ധമായിരുന്നു. ആൻഡ് thus not only shall they receive the blissful joys, അങ്ങനെയുള്ളവർക്ക് അല്ലാഹു തആല പരമാനന്ദമായ ആ സന്തോഷങ്ങൾ അവർക്ക് ലഭിക്കുക മാത്രമല്ല, ആൻഡ് പ്ലഷേഴ്സ് ഓഫ് ദ ആഫ്റ്റർ ലൈഫ്, അവർക്ക് പരലോകത്ത് അങ്ങനെ പരമാനന്ദമായ ഒരു അവസ്ഥാവിശേഷം അവർക്ക് ലഭിക്കുക മാത്രം ആണ്. യുഗലോകത്തെല്ലാം പോയി എന്ന് കരുതണ്ട. ബട്ട് ദേ ഷാൽ റിസീവ് ബോത്ത് സ്പിരിച്വൽ ആൻഡ് മുണ്ടൈൻ പ്ലഷേഴ്സ്. അവർക്ക് ഐഹിക ലോകത്തിലുള്ള സന്തോഷങ്ങളും അവരെ തേടിയെത്തുന്നതാണ്, അവർക്ക് ലഭിക്കുന്നതാണ്. വിച്ച് ഷാൽ ബി എ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ അഫെക്ഷൻ ഓഫ് അല്ലാഹ് ഫോർ ദം. അങ്ങനെ ഭൗതിക ലോകത്തും അവർ സമൃദ്ധമായ നിലയിൽ, നല്ല നിലയിൽ കഴിയുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? അതൊരു ദൃഷ്ടാന്തമാണ്. ഷാൽ ബി എ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ അഫെക്ഷൻ ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ ആ സ്നേഹ സൗഹൃദം ഫോർ ദം, അവരോടുള്ള അതിൻ്റെ പ്രകടനമായിട്ട് അവർക്ക് ഇഹലോക സമൃദ്ധി അവർക്ക് നൽകും. കാരണം അവർക്ക് ലഭിക്കുന്ന സമൃദ്ധി മുഴുവൻ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടതായിരിക്കും, അവൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി. അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് കാണിക്കുന്ന സ്നേഹം പ്യുവർ ആണ് എങ്കിൽ ഇഹലോകത്തിലുള്ള പല രീതിയിലുള്ള പെരുമാറ്റങ്ങളും നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിക്കുന്നവരാരാണ്, അതല്ലാത്തവരാരാണ് എന്നൊക്കെ നമുക്ക് ഇപ്പോൾ രാവിലെ തന്നെ 5:15 ഈ ക്ലാസ് നടക്കുന്നു. വേറെ ഒരു തൊഴിലും ഇല്ല എങ്കിൽ ഇതിനകത്ത് നമുക്ക് കയറാമെന്ന് വിചാരിക്കുന്നവരും കാണും. അതല്ല, ഇതൊരു പുണ്യപ്രവൃത്തിയാണ്, ഒരു നിഷ്കളങ്കമായ പ്രവൃത്തിയാണ്. ഇതിൽ നിന്നും നമുക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ്. ആ നിമിഷങ്ങൾ, ആ മിനിറ്റുകൾ രേഖപ്പെടുത്തപ്പെടുന്നതാണ്. അള്ളാഹുവിൻ്റെ പക്കൽ അവൻ്റെ മലായിക്കത്തുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിന് സാക്ഷ്യം വഹിച്ചവരുടെ പേരുകൾ, അവരുടെ സമയങ്ങൾ, അവരുടെ മേൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഇറങ്ങുക തന്നെ ചെയ്യും. അപ്പോൾ ആ നിലയിലുള്ള പുണ്യപ്രവൃത്തികൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണമല്ലോ. നിഷ്കളങ്കമായ നിലയിലാണ് നമ്മൾ ഇതിനെ സമീപിക്കുന്നതെങ്കിലാണ്. ഇതിനപ്പുറത്ത് നമുക്ക് ഭൗതികമായ കാര്യങ്ങളിലേക്കാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിനേക്കാൾ മുന്നേ വേണമെങ്കിലും നമ്മൾ തയ്യാറായിരിക്കും ഭൗതിക കാര്യ നേട്ടങ്ങൾക്കായി. ഹസ്രത്ത് ഖലീഫത്തുള്ള പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, തസ് അല്ലാഹ് ഇൻ അതർ വേർഡ്സ്, അങ്ങനെ അല്ലാഹു തആല മറ്റൊരു വാക്കിൽ പറഞ്ഞ വാണ്ട്സ് ടു എൻകറേജ് ദ സിൻസിയർ വൺസ്. ഈ നിഷ്കളങ്കരായ ആളുകളെ അല്ലാഹു തആല പ്രോത്സാഹിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ടു ഫൈറ്റ് ഇൻ ദ കൗസ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുക എന്ന് പറഞ്ഞാൽ ഈ സമയത്തൊക്കെ സുബഹി നമസ്കാരത്തിന് മുമ്പ് തന്നെ ഉണർന്ന് തഹജ്ജുദ് നമസ്കാരമൊക്കെ നിർവഹിച്ചു അവരെ അല്ലാഹു തആല അത് എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളൊന്ന് ശ്രമം തുടങ്ങി നോക്ക്, തഹജ്ജുദ് നമസ്കാരത്തിനൊക്കെ എഴുന്നേക്കാൻ. അതൊക്കെ ഓരോ വ്യക്തിക്ക് തൻ്റെ സ്വന്തം നെഫ്സിനെ കറക്റ്റ് ചെയ്തെടുക്കാനുള്ള അവസരങ്ങളാണ്. തഹജ്ജുദ് നമസ്കാരം സ്വന്തം ഇഷ്ടം, ആരുടെയും ഒരു നിർബന്ധവുമില്ല, അള്ളാഹു പോലും നിർബന്ധിച്ചില്ല. അങ്ങനെ അള്ളാഹിൻ്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് രാത്രിയുടെ അവസാന യാമങ്ങളിൽ സ്വയം എഴുന്നേറ്റ് അള്ളാഹുവുമായി ഒരു ആശയവിനിമയം നടത്തുന്ന ഭക്തന്മാർ. നിർബന്ധമല്ലല്ലോ, അത് ആ വ്യക്തി കാണിക്കുന്ന കൂറാണ്. ഇതുപോലെ അല്ലാഹു തആലയോട് നിഷ്കളങ്കമായ നിലയിൽ, അപ്പോൾ നമ്മൾ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അല്ലാഹു തആല അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാനലോകത്ത് നിന്ന് അല്ലാഹു തആല ഭൂമിയിലേക്ക് വരും. ഇങ്ങ് താഴെ എൻ്റെ ദാസന്മാരാരാ എന്നോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുന്നത്?
ഇത് ചോദിച്ച് വാങ്ങിച്ചിട്ട് രാവിലെ നേരം വെളുത്ത് കഴിയുമ്പോൾ തോന്നിയാവസം കാണിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയുള്ളതാണ്. ആ സത്യഭക്തന്മാർക്ക് പല പ്രത്യേകതകളുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ സ്പിരിച്വാലിറ്റി, ഈ ആത്മീയത അല്ലാഹു തആലയിലൂടെ നമുക്ക് ലഭ്യമാകുന്നതിൻ്റെ കാരണങ്ങൾ വാണ്ട്സ് ടു എൻകറേജ് ദ സിൻസിയർ വൺസ്, നിഷ്കളങ്കരായ ആളുകളെ പ്രോത്സാഹിപ്പിക്കുക, ടു ഫൈറ്റ്, പോരാടുന്നതിനായി, ഇൻ ഹിസ് കാസ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ആൻഡ് ഡിവോട്ട് ദെയർ ലൈഫ്സ് ടു ഹിം, അവന് വേണ്ടി അവരുടെ ജീവിതം സമർപ്പിക്കുക. അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കണം, അതിനുവേണ്ടി എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുന്നു. അതിനായിരിക്കണം നമ്മുടെ ഉണർന്നിരിക്കുന്ന സമയങ്ങളെല്ലാം, ഉറങ്ങിക്കിടക്കുന്ന സമയങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ആയിരിക്കണം എന്ന ഒരു ഉൾവിളി, ഒരു ചിന്ത നമ്മളിലേക്ക് കടന്നു. ഫോർ ഇറ്റ് ഈസ് ഇൻ ദ പാത്ത് ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ വഴിയിൽ, ദാറ്റ് ദേ ക്യാൻ ബി അഷ്വേർഡ് ഓഫ് വിക്ടറി. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഉറപ്പിക്കാം, വിജയം ഉറപ്പിക്കാം. Such a victory which is not only extrinsic, അത്തരം ഒരു വിജയം അത് പുറമേയുള്ള അപ്രധാനമായ ഒരു വിജയമല്ല, ബട്ട് വൺ വിച്ച് ഈസ് ആസ് വെൽ ഇൻട്രിൻസിക്, അത് അവനിൽ അകൃത്രിമമായി, സഹജമായി അവനിലുള്ള പ്രവൃത്തിയായിരിക്കും. അവൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും അവനിൽ സഹജമായ നിലയിൽ, നമ്മളിപ്പോൾ നമ്മുടെ ഒരു സഹജമായ പ്രവൃത്തിയാണ് ശ്വാസോച്ഛ്വാസം എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളത്, അത് മാറ്റിവെക്കാൻ ഒക്കത്തില്ല. ഇതുപോലെ ഇത്തരത്തിലുള്ള വ്യക്തികളിൽ അവരുടെ ജീവിതത്തിൽ അതങ്ങനെ സഹജമായ നിലയിൽ അവർക്ക് ആ വിജയം വന്നുകൊണ്ടേയിരിക്കും. സച്ച് എ വിക്ടറി വിച്ച് ഈസ് നോട്ട് ഓൺലി എക്സ്റ്റൻസിവ്, അത് അപ്രധാനമായതോ പുറമേ ഉള്ള ഒരു പ്രകടനമോ അല്ല, ബട്ട് വൺ വിച്ച് ഈസ് ആസ് വെൽ ഇൻട്രിൻസിക്, അത് സഹജമായ നിലയിൽ, അകൃത്രിമമായ നിലയിൽ. ദ വോൺസ് ടു റീച്ച് മാർട്ടിർഡം, ഇനി ഒരാൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഇറങ്ങി അവൻ രക്തസാക്ഷിയായെന്നിരിക്കട്ടെ, ഷാൽ റിസീവ് ഓ വാട്ട് ബെസ്റ്റ് അള്ളാഹ് ഹാസ് റിസർവ്ഡ് ഫോർ ദം. അത്തരത്തിലുള്ളവർക്ക് വേണ്ടി അല്ലാഹു തആല നീക്കി വച്ചിരിക്കുന്ന, റിസർവ് ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ല അനുഗ്രഹങ്ങൾ അവർക്ക് കൊടുക്കുന്നതാണ്. ആൻഡ് ദോസ് ഹു റിമെയിൻ അലൈവ്, ഇനി അവർ രക്തസാക്ഷികളാവാതെ അവർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയാണ്, എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ പോരാടി, പക്ഷേ രക്തസാക്ഷികളായില്ല. അങ്ങനെ നമ്മൾ ഇഹലോകത്ത് ജീവിക്കുവാനുള്ള അവസരം അള്ളാഹു നൽകുകയാണെങ്കിൽ, those who remain alive shall be recompensed with honor and protection. അള്ളാഹു തആല അവർക്ക് ബഹുമതിയും സംരക്ഷണവും നൽകി ഈ ഭൂമിയിൽ അവരെ ജീവിപ്പിക്കും. until their time eventually comes, അവരുടെ സമയം വരുന്നത് വരെ. എപ്പോഴാണോ അവരെ മരിപ്പിക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നത്, ആ സമയം ആസന്നമാകുന്നത് വരെ അവരുടെ സംരക്ഷണവും അവരുടെ ബഹുമതിയും അള്ളാഹു തആല ഈ ഭൂമുഖത്ത് കാത്തു സൂക്ഷിക്കുന്നതാണ്. വെൻ ദേ ഷാൽ ഹാവ് ടു റിട്ടേൺ ടു അള്ളാഹ്, അള്ളാഹുവിലേക്ക് അവർക്ക് മടങ്ങിപ്പോകേണ്ട സമയമാകുന്നത് വരെ അവരെ സംരക്ഷിക്കും. ഇത്തരത്തിലുള്ള ഒരു സംരക്ഷണം നൽകുന്ന ഒരു പടച്ച തമ്പുരാൻ മാനവകുലത്തെയും ഈ സൃഷ്ടിജാലങ്ങൾ അഖിലത്തെയും സൃഷ്ടിച്ച് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ റബ്ബ് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു, നമ്മെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഹൃദയം നിഷ്കളങ്കമാണോ, നമ്മുടെ പ്രവർത്തനങ്ങൾ നിഷ്കളങ്കമാണോ, നമ്മുടെ വാക്കുകൾ നിഷ്കളങ്കമാണോ, നമ്മുടെ സർഗശക്തികൾ നിഷ്കളങ്കമായ നിലയിലാണോ പ്രവർത്തിക്കുന്നത്, അതിനുള്ള റിവാർഡുമായി അള്ളാഹു നോക്കിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കുകയും ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാര്യമാരോടും മക്കളോടും ഭർത്താക്കന്മാരെന്നുള്ള നിലയിൽ അവർക്ക് വളരെ വലിയ ഉത്തരവാദിത്വമാണ്, പിതാക്കന്മാരെന്നുള്ള നിലയിൽ അവർക്ക് വളരെ വലിയ ഉത്തരവാദിത്വം, അവരോട് വളരെ ശക്തമായ നിലയിൽ, സ്നേഹമസൃണമായ നിലയിൽ, എന്നാൽ ശക്തമായ നിലയിലുമായിരിക്കണം ഈ കാര്യങ്ങൾ പറയണം. കാരണം ഈ യാത്ര അനന്തമാണ്, ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്. അതുകൊണ്ട് ആ സ്വർഗീയ പാത ഇവിടെ വെച്ച് തന്നെ ഒരുക്കേണ്ടിയിരിക്കുന്നു. അതിൽ നമ്മൾ മായം ചേർക്കരുത്, നിഷ്കളങ്കമായിരിക്കണം. ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അതിന് മാത്രമാണ് റിവാർഡ് വരുന്നത്.
നമ്മൾ പുറമേ കാണിക്കുന്ന ഒരു അഭ്യാസ പ്രകടനത്തിനും ഒരർത്ഥവും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉണ്ടായിരിക്കുകയില്ല. അത്തരത്തിലുള്ള ഉൾക്കാഴ്ചയുള്ള അള്ളാഹു നമ്മെ സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനെ പ്രത്യേകമായ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ രാപ്പകലുകളിൽ ഏർപ്പെടുവാനുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തആല തൗഫീക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത വചനവുമായി നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും സംസാരിക്കാവുന്നതാണ്. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.